ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. നമസ്കാരം, ഞാൻ ഷജീഷ് ചന്ദ്രൻ, ടെക്നോ ടിപ്സ് ഓറിയന് വേണ്ടി നിന്നും നിങ്ങളോടൊപ്പം. നിങ്ങൾക്കേവർക്കും സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന TVS Ntorqൻ്റെ ഒരു എഞ്ചിൻ ഓയിൽ ചേഞ്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. സൈലൻസറിനടുത്തുള്ള ഓയിൽ സ്റ്റിക്ക് അഥവാ ഡിപ്പ് സ്റ്റിക്ക് ഒരു പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ആദ്യം തന്നെ ഊരിയെടുക്കാം. വണ്ടിയുടെ ഇടതുഭാഗത്ത്, അതായത് ക്ലച്ച് സൈഡിലാണ് ഡ്രെയിൻ ബോൾട്ട് ആക്സസ് ചെയ്യാനായി കൂടുതൽ എളുപ്പം. ഇതാണ് TVS Ntorqൻ്റെ ഡ്രെയിൻ പ്ലഗ് അഥവാ ഡ്രെയിൻ ബോൾട്ട്. എഞ്ചിൻ ഓയിൽ കളക്ട് ചെയ്യാനായി ഒരു ഓയിൽ പാൻ വെച്ചതിന് ശേഷം നമുക്കൊരു 16 മില്ലിമീറ്റർ റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ഒരു 16 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റും എൽ റോഡുമോ ഉപയോഗിച്ചുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇതുപോലെ തിരിച്ചുകൊണ്ട് നമുക്ക് ഡ്രെയിൻ പ്ലഗ് ഊരിയെടുക്കാം. ഇതിനകത്തുള്ള ഓയിൽ സ്റ്റെയിനർ അഥവാ ഓയിൽ ഫിൽറ്ററും താഴേക്ക് ഊരി പോകുന്നതുകൊണ്ടാണ് എഞ്ചിൻ ഓയിൽ ഒറ്റയടിക്ക് താഴേക്ക് പോകുന്നത്. ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഇത് നമുക്ക് ഒരല്പം ഡീസൽ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കേണ്ടത്. ഡ്രെയിൻ ബോൾട്ടിലെ ഓറിങ് മാറുന്നില്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ ലീക്കിംഗ് ഒഴിവാക്കാനായി ഒരല്പം അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗാസ്കറ്റ് മേക്കർ ചുറ്റിലുമായി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഡ്രെയിൻ ബോൾട്ട് തിരികിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടോർക്ക് കൊടുത്ത് ഓവറായി ടൈറ്റ് ചെയ്യരുത്. അത് എൻജിൻ കേസിലെ ത്രെഡ് പോകാനിടയാക്കും. ഒരു ഫണലും ചെറിയ ട്യൂബും ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ എൻജിൻ ഓയിൽ ഒഴിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷനിൽ പുറത്തുനിന്നുള്ള വെള്ളം അകത്തേക്ക് കയറാതിരിക്കാനായി ഒരു പ്ലെയർ ഉപയോഗിച്ച് ഡിപ്പ് സ്റ്റിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. താങ്ക്